ഇന്നൊരു വെണ്ടക്ക മുഴുവിടൽ ആയാലോ? അതിനാവശ്യമുള്ള സാധനം വെണ്ടക്ക, പച്ചമുളക്, തക്കാളി, അല്പം പുളിയും ചേർക്കാവുന്നതാണ്. ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും അല്പം വേണം. അല്പം വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും. ഉള്ളി ഇതുപോലെ വഴറ്റുക. ചെറിയുള്ളിയാണ്. നല്ലപോലെ മൂത്ത് ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ അതിലേക്ക് വെണ്ടക്ക ആഡ് ചെയ്യുന്നു. തക്കാളിയാണ് ആദ്യം ഇടേണ്ടത്, പിന്നീടാണ് വെണ്ടക്ക ഇടേണ്ടത്. തക്കാളി നല്ലപോലെ വഴഞ്ഞതിന് ശേഷം അതിലേക്ക് അല്പം പച്ചമുളക് ആഡ് ചെയ്യുന്നു. പച്ചമുളകിന് ശേഷം വെളുത്തുള്ളിയും ആഡ് ചെയ്യുന്നു. ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി മറ്റും വഴഞ്ഞതിന് ശേഷം അല്പം മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലപോലെ വഴറ്റുക. പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കുക. അല്പം വെള്ളമൊഴിക്കുക. വെള്ളം ഒരുവിധം വറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് വെണ്ടക്ക ആഡ് ചെയ്യും. അതിനു മുമ്പ് നമ്മൾ അല്പം പുളി പിഴിഞ്ഞ് ഒഴിക്കേണ്ടതാണ്. പക്ഷേ ഞങ്ങൾക്ക് പുളി പറ്റാത്തത് കൊണ്ട് പുളി ഒഴിക്കുന്നില്ല. കുടംപുളിയാണ് ഞങ്ങൾ ഉപയോഗിക്കാറ്. അത് ഇറക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ഇട്ടാലും മതി. ഇതുപോലെ നമ്മൾ വെണ്ടക്ക ആഡ് ചെയ്താൽ അടച്ചു വയ്ക്കുക. എന്നിട്ട് അല്പം വെള്ളം വറ്റിയതിന് ശേഷം നമ്മൾക്ക് ഉപയോഗിക്കാം. നമ്മൾക്ക് ചോറ് തിന്നാൻ ഈ കറി മതി.